നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയാമെന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി അദ്ദേഹത്തിന് തിരിച്ചടിയാകും. ശബരിമല ഭക്തൻ എന്ന നിലയിലും സംഭാവന നൽകിയ വ്യക്തി എന്ന നിലയിലും തനിക്ക് പോറ്റിയെ പരിചയമുണ്ടെന്നാണ് കടകംപള്ളി പറഞ്ഞത്. സ്വർണം പൂശാനായി ബോർഡോ വ്യക്തികളോ അപേക്ഷ നൽകിയിട്ടില്ല. സ്വർണം പൂശിയ കാര്യം ബോർഡ് സർക്കാരിനെ അറിയിച്ചിട്ടില്ല. മന്ത്രി എന്ന നിലയിൽ തനിക്ക് ഒരറിവും ഉണ്ടായിരുന്നില്ല എന്നാണ് കടകംപള്ളി അന്വേഷണ സംഘത്തെ അറിയിച്ചത്. ശബരിമല കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ മന്ത്രി കടകംപള്ളിയെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്ന നിർണായക ചോദ്യം ചെയ്യലായിരുന്നു ഇത്. അതീവ രഹസ്യമായി നടന്ന ചോദ്യം ചെയ്യൽ പുറത്തുവിട്ടത് അന്വേഷണ സംഘം തന്നെയാണ്. ഒരു കാരണവശാലും ചോദ്യം ചെയ്യൽ പുറത്തറിയരുതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം. അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യതയെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദ്യം ചെയ്തതോടെയാണ് സംഘം ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റതോടെ സർക്കാർ ഉദ്യോഗസ്ഥർ ചേരിമാറിക്കഴിഞ്ഞു. ഉദ്യോഗസ്ഥരെല്ലാം സ്വയരക്ഷയ്ക്കുള്ള വഴി തേടുകയാണ് ഇപ്പോൾ. ഇതിന്റെ ഭാഗമായി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SIT സംഘം വിപുലീകരിച്ചു. 2 CIമാരെ കൂടി ഉൾപ്പെടുത്തിയാണ് വിപുലീകരിച്ചത്. ഇതോടെ SITയിൽ 10 അംഗങ്ങളായി. സംഘം വിപുലീകരിക്കണമെന്ന് SIT ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കോടതി അംഗീകാരം നൽകുകയും 2 CIമാരെ കൂടി ഉൾപ്പെടുത്തുകയുമായിരുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് നേരത്തെ ഉണ്ടായിരുന്നു. അന്വേഷണത്തിൽ സ്തംഭനാവസ്ഥയുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതുകൂടാതെ ജനുവരിയിൽ കോടതി നൽകിയിട്ടുള്ള സമയപരിധി അവസാനിക്കാനിരിക്കുകയാണ്. അതേസമയം അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്താണ് എത്രയും വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാൻ വേണ്ടി കൂടുതൽ ഉദ്യോഗസ്ഥരെ SITയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ D മണി SITക്ക് മുൻപിൽ ഹാജരായിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യുന്നത് തുടരും എന്നാണ് വിവരങ്ങൾ. ഈഞ്ചക്കലിലെ SIT ഓഫീസിലായിരുന്നു മണി അഭിഭാഷകർക്കൊപ്പം എത്തിയത്. ഓഫീസിൽ ആദ്യം എത്തിയത് മണിയുടെ സുഹൃത്ത് ബാലമുരുകനും ഭാര്യയുമായിരുന്നു. പിന്നീടാണ് മണി എത്തിയത്. SIT സംഘത്തലവൻ S ശശിധരന്റെ നേതൃത്വത്തിലാണ് മണിയെ ചോദ്യം ചെയ്തത്. കടകംപള്ളിയുടെ മൊഴി തന്നെയാണ് അദ്ദേഹത്തിന് വിനയായത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിന് പരിചയപ്പെടുത്തിയത് കടകംപള്ളിയാണെന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തു വന്നിരുന്നു. പത്മകുമാർ ഇക്കാര്യം അന്വേഷണ സംഘത്തെ അറിയിച്ചെന്ന വാർത്തകളാണ് ആദ്യം പുറത്തു വന്നത്. തന്നെ ഒറ്റിക്കൊടുത്തവരെ വെറുതെ വിടില്ലെന്ന പോറ്റിയുടെ പ്രസ്താവന കൂടി പുറത്തു വന്നതോടെയാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. കടകംപള്ളിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ തിരിയുമെന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. കടകംപള്ളി അറസ്റ്റിലായാൽ പിണറായി സർക്കാർ പ്രതിസന്ധിയിലാകും. കടകംപള്ളിയെ തള്ളാനും കൊള്ളാനും വയ്യാത്ത സാഹചര്യത്തിലാണ് CPM ഇപ്പോൾ. കടകംപള്ളിയെ തൽക്കാലം കുറ്റം പറയേണ്ടതില്ല എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി ഉള്ളത്. ഏറ്റാൽ CPM അപ്പാടെ അകത്താകുന്ന ഏർപ്പാടാണ് നടന്നതെന്ന് വ്യക്തം. ഉണ്ണികൃഷ്ണൻ പോറ്റി ആള് ചില്ലറക്കാരനല്ല എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം കത്തിപ്പടരുമ്പോൾ ഏറെ ചർച്ചയാകുന്നത് തിരുവനന്തപുരം സ്വദേശി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളാണ്. ശബരിമലയിലെ ശ്രീകോവിലിന്റെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശി നൽകിയ സ്പോൺസർ എന്ന തരത്തിലാണ് ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണന്റെ പേര് പുറത്തു വന്നത്. ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കാണാനില്ലെന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ ദേവസ്വം വിജിലൻസ് പീഠം കണ്ടെത്തിയതോടെയാണ് ദുരൂഹത വർദ്ധിച്ചത്. ഉണ്ണികൃഷ്ണന്റെ സാമ്പത്തിക ഭൂമി ഇടപാടുകളും അന്വേഷണ പരിധിയിലാണ്. തലസ്ഥാനത്തടക്കം വലിയ തോതിൽ ഉണ്ണികൃഷ്ണൻ ഭൂമി വാങ്ങിക്കൂട്ടിയെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ബ്ലേഡ് പലിശയ്ക്ക് പണം നൽകി ഭൂമി കൈവശപ്പെടുത്തിയത് സംബന്ധിച്ച് ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 30 കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് സൂചനകൾ. ഇയാൾ പ്രധാന രാഷ്ട്രീയ നേതാക്കളുമായി അടുപ്പമുണ്ടാക്കുകയും അവർക്കൊപ്പം ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിക്കൊപ്പവും പോലീസ് ആസ്ഥാനത്ത് ADGPയെ ആദരിക്കുന്ന ചടങ്ങിൽ പോലീസ് ഉന്നതർക്കൊപ്പവും ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം കിളിമാനൂരിന് സമീപം പുളിമാത്താണ്. പുളിമാത്ത് ദേവീക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന പിതാവിനെ സഹായിച്ചാണ് ഉണ്ണികൃഷ്ണൻ ഈ രംഗത്തേക്ക് വന്നത്. തുടർന്ന് മറ്റ് ക്ഷേത്രങ്ങളിലും കീഴ്ശാന്തിയായി പ്രവർത്തിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഉണ്ണികൃഷ്ണൻ ബംഗളൂരുവിലേക്ക് പോയി. അവിടെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ ഏറെ നാൾ പൂജാരിയായിരുന്നു. ഇതിനുശേഷമാണ് ശബരിമലയിലേക്ക് കീഴ്ശാന്തിയായി എത്തിയത്.
ശബരിമലയിലെത്തിയതോടെ ഉണ്ണികൃഷ്ണന് ബംഗളൂരുവിലെ ഭക്തർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാനായി. സമ്പന്നരായ ഭക്തർക്ക് ശബരിമലയിൽ ദർശനത്തിനും മറ്റുമുള്ള സൗകര്യം ചെയ്തു കൊടുത്തതോടെ അവരുടെ വിശ്വസ്തനായി. ക്രമേണ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല ഭക്തരുടെയും വഴിപാടുകളും സമർപ്പണങ്ങളും മറ്റും ഉണ്ണികൃഷ്ണൻ വഴിയായി. ഉണ്ണികൃഷ്ണൻ പെട്ടെന്നാണ് സമ്പന്നനായത്. ഇത് നാട്ടുകാരും പറയുന്നുണ്ട്. ആദ്യ ഭാര്യയുടെ മരണത്തെ തുടർന്ന് വീണ്ടും വിവാഹിതനായി. കുടുംബം ബംഗളൂരുവിലാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പോറ്റി സെക്രട്ടേറിയറ്റിലെ പ്രധാന വ്യക്തിയായിരുന്നു. മന്ത്രിമന്ദിരങ്ങളിൽ മുൻകൂർ അനുമതിയില്ലാതെ കയറി ചെല്ലാൻ കഴിയുന്ന അപൂർവം പേരിൽ ഒരാൾ. കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിലെ പ്രധാനിയായിരുന്നു പോറ്റിയെന്നാണ് പലരും അവകാശപ്പെടുന്നത്. മന്ത്രിക്ക് ശബരിമല വിഷയത്തിൽ ഉപദേശങ്ങളും നൽകാറുണ്ടായിരുന്നത്രേ. പോറ്റിക്ക് എല്ലാ പിന്തുണയും നൽകണമെന്ന് കടകംപള്ളി പത്മകുമാറിനും വാസുവിനും നിർദ്ദേശം നൽകിയിരുന്നുവെന്നും വിവരങ്ങളുണ്ട്. മന്ത്രിയുടെ ആളായതിനാൽ പത്മകുമാർ കൈമൈ മറന്ന് സഹായിച്ചുവെന്നാണ് കേൾക്കുന്നത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പോറ്റിക്ക് VIP പരിഗണന ലഭിക്കുമായിരുന്നു. ഇത്തരത്തിൽ നിർണായകമായ പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ദ്വാരപാലക ശില്പപാളികൾ പുറത്തു കൊണ്ടുപോയി എന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടോടെ പുറത്തുവന്ന വിവാദം എത്തി നിൽക്കുന്നത് നടന്നത് വൻ കൊള്ള എന്ന കണ്ടെത്തലിലാണ്. വിവാദം തുടങ്ങി 34-ാം ദിവസം ക്രൈംബ്രാഞ്ച് കേസെടുത്തു. സെപ്റ്റംബർ 7-ന് രാത്രി ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശങ്ങളിലെയും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ ഇളക്കിയെടുത്തതോടെയാണ് തട്ടിപ്പിന്റെ ചുരുളഴിയുന്നത്. പിറ്റേന്ന് ഇവ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി. ഇതിന് പിന്നാലെയാണ് കോടതി അനുമതി വാങ്ങാതെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്ക് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ R. ജയകൃഷ്ണൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. ശബരിമലയിലെ അറ്റകുറ്റപ്പണികൾക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതി വാങ്ങണമെന്ന നിർദ്ദേശം ലംഘിച്ചു എന്നായിരുന്നു റിപ്പോർട്ട്. ഇതിലിടപെട്ട ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തുടർ പരിശോധനകളിൽ ഇതേ ശില്പപാളികൾ 2019-ൽ സ്വർണം പൂശിയതിനു ശേഷം തിരികെ കൊണ്ടുവന്നപ്പോൾ 4.147 കിലോ കുറഞ്ഞതായി കണ്ടെത്തി. ഇതോടെ സമഗ്ര അന്വേഷണത്തിന് ദേവസ്വം വിജിലൻസിന് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിനിടെ ദ്വാരപാലക ശില്പങ്ങൾക്കായി നിർമ്മിച്ചു നൽകിയ താങ്ങ് പീഠം കാണാതായി എന്ന വാദവുമായി സെപ്റ്റംബർ 17-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തേക്കെത്തിയത്. ഇത് വലിയ ചർച്ചയായി. പിന്നീടാണ് വലിയ കോലാഹലങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും ഈ വിഷയം എത്തുന്നത്. സ്വർണ്ണപ്പാളി തട്ടിപ്പിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കണക്കുകളിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ദ്വാരപാലക ശില്പത്തിൽ 1999-ൽ വിജയ് മല്യ 1546 ഗ്രാം സ്വർണം പതിപ്പിച്ചതായാണ് ദേവസ്വം രേഖകളിലുള്ളത്. എന്നാൽ ഇവ വീണ്ടും സ്വർണം പൂശാൻ എത്തിച്ചപ്പോൾ രാസലായനിയിൽ മുക്കി ചെമ്പും സ്വർണവും വേർതിരിച്ചുവെന്ന് അവകാശപ്പെടുന്ന സ്മാർട്ട് ക്രിയേഷൻസ് ദ്വാരപാലക ശില്പപാളികളിൽ നിന്ന് 577 ഗ്രാം സ്വർണം ലഭിച്ചുവെന്നാണ് വിജിലൻസിനെ അറിയിച്ചിരിക്കുന്നത്. ഇതോടെ പാളികളിൽ ഉണ്ടായിരുന്ന 1 കിലോയോളം സ്വർണം എങ്ങനെ നഷ്ടമായി എന്ന ദുരൂഹത തുടരുകയാണ്. സ്വർണം പൂശിയ പാളികൾ സ്വീകരിക്കില്ല എന്ന് ആവർത്തിച്ച സ്മാർട്ട് ക്രിയേഷൻസ് ആണ് പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ പാളികൾ ഉരുക്കി സ്വർണം വേർതിരിച്ചതായി മൊഴി നൽകിയത്. ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയതിനു മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരുമായി ബന്ധപ്പെട്ടതിന്റെ സൂചനകളും പുറത്തു വന്നിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികൾ നൽകിയ ഉന്നതരെ രക്ഷിക്കാനുള്ള നീക്കമാണോ ഇതെന്നും സംശയമുണ്ട്. സ്ഥാപനത്തെക്കുറിച്ചും വിശദ അന്വേഷണം വേണമെന്ന് ദേവസ്വം വിജിലൻസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാണാതായ സ്വർണത്തിന്റെ വ്യാപ്തി ഇനിയും കൂടുമെന്നാണ് വിവരങ്ങൾ. ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിൽ ശബരിമലയിൽ നിന്ന് കാണാതായത് 989 ഗ്രാം സ്വർണം അഥവാ 124 പവനാണ്. സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കണക്ക്. എന്നാൽ 98-ൽ UB ഗ്രൂപ്പ് നൽകിയതിൽ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിയാൻ ഉപയോഗിച്ചത് 1.5 കിലോ സ്വർണമാണ്. 2019-ൽ ചെന്നൈയിൽ ഉരുക്കിയപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കിട്ടിയതായി സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് 577 ഗ്രാം മാത്രമാണ്. ബാക്കി 1 കിലോയോളം സ്വർണം എവിടെ അപ്രത്യക്ഷമായി? ഇതിന് പുറമെ വശങ്ങളിലെ 7 പാളികൾ ഉരുക്കി വേർതിരിച്ചപ്പോൾ 409 ഗ്രാം സ്വർണം കിട്ടിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ വാദം. 98-ൽ പാളികൾ പൊതിയാൻ എത്ര സ്വർണം ഉപയോഗിച്ചു എന്നതിന് കൃത്യമായ രേഖകളില്ല. ഇത് രണ്ടും ചേർക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം 1.5 കിലോയിലധികം സ്വർണം വേണം. പക്ഷേ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത് 1/2 കിലോയിൽ താഴെ മാത്രം എന്നാണ്. അപ്രത്യക്ഷമായ കൂടുതൽ സ്വർണം കണ്ടെത്തലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. നിലവിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. എന്നാൽ മൊഴികളിൽ പലതരം വൈരുദ്ധ്യങ്ങളുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും രംഗത്ത് ശക്തമായിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ED പ്രാഥമിക വിവരശേഖരണം തുടങ്ങി മറ്റ് അന്വേഷണ തലങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവരുടെ സാമ്പത്തിക ഇടപാടുകളിലൊക്കെയാണ് അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്.
ശബരിമല സന്നിധാനത്ത് അമിക്കസ് ക്യൂറി KT ശങ്കരന്റെ നിർണായക പരിശോധന നടന്നിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതിനിധി അടക്കമുള്ളവരെ സന്നിധാനത്ത് എത്തിച്ചിരുന്നു. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലാണ് ശബരിമല സന്നിധാനത്തെ പരിശോധനകളെല്ലാം നടന്നത്. കടകംപള്ളിയുടെ കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. CPMന്റെ തീരുമാനം അതിന് പിന്നാലെ ഉണ്ടായേക്കാം. ദേവസ്വം പ്രസിഡന്റായിരുന്ന വാസു ജയിലിലായപ്പോൾ കാണാൻ ചെന്ന് കടകംപള്ളി ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പോൾ പോറ്റി ബന്ധം സ്ഥിരീകരിച്ച് വീണ്ടും പ്രതിസന്ധിയിലായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.